E20 പെട്രോൾ വിൽപ്പനയിൽ നയം മാറ്റില്ലെന്ന് കേന്ദ്ര സർക്കാർ. കുറഞ്ഞ ബ്ലെൻഡിംഗ് ഉള്ള പെട്രോളിന്റെ സംഭരണവും വിതരണവും ചെലവേറിയ പ്രക്രിയയാണെന്നും കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടു. കാര്യക്ഷമത കൂടിയ E20 പെട്രോൾ ബ്ലെൻഡിംഗ് ഇല്ലാത്ത പെട്രോളിനേക്കാൾ മികച്ചതാണെന്നും കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നു. കഴിഞ്ഞ വർഷം മുതലാണ് E20 പെട്രോൾ രാജ്യത്ത് സാർവത്രികമാക്കിയത്. എന്നാൽ പഴയ വാഹനങ്ങളിൽ ഉൾപ്പെടെ E20 പെട്രോൾ വലിയ കേടുപാടുകൾ സൃഷ്ടിക്കുന്നു എന്ന ആരോപണം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാപകമായിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരെയും കേന്ദ്ര ഉപരിതല മന്ത്രി നിതിൻ ഗഡ്കരിക്കെതിരെയും വലിയ വിമർശനങ്ങളാണ് ഇക്കാര്യത്തിൽ ഉയർന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. രാജ്യത്ത് E20 എന്ന് പറയുന്ന വേരിയന്റിനേക്കാൾ കുറഞ്ഞ തോതിലുള്ള എഥനോൾ ബ്ലെൻഡിംഗ് നടത്തിയ പെട്രോൾ വിൽപ്പന സാധ്യമല്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. അതായത് E20 പെട്രോളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. E20ക്ക് താഴെ E10, E5 എന്നീ കാറ്റഗറിയിലുള്ള പെട്രോളുകൾ കൂടി ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ഇഷ്ടാനുസരണം വാങ്ങാൻ അവസരം ഒരുക്കണമെന്നതായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. എന്നാൽ ഇത്തരത്തിൽ വിവിധ വേരിയന്റുകളിലുള്ള ബ്ലെൻഡ് ചെയ്ത പെട്രോൾ വിൽപ്പന നടത്തുന്നതോ ഇവ കൈമാറ്റം ചെയ്യുന്നതോ, അതായത് ഇതിന്റെ രാജ്യത്താകമാനമുള്ള വിതരണമോ സംഭരണമോ വളരെ ചിലവേറിയ പ്രക്രിയ ആയിരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ E20 പെട്രോൾ മാത്രമേ ഇപ്പോൾ വിൽക്കാൻ സാധിക്കൂ എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. മാത്രവുമല്ല, ഈ ശുദ്ധമായ പെട്രോൾ, അതായത് ബ്ലെൻഡിംഗ് നടക്കാത്ത പെട്രോളിനെ അപേക്ഷിച്ച് നിരവധി ഗുണങ്ങളാണ് E20ക്കുള്ളത് എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. മലിനീകരണ തോത് കുറവാണ്. കൂടാതെ വാഹനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന പരാതി മൈലേജ് കുറയുന്നു എന്നതാണ്. 3 മുതൽ 5% വരെ മാത്രമേ മൈലേജിൽ E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ ഇടിവ് വരുന്നുള്ളൂ. മാത്രവുമല്ല, ചെലവ് വളരെ കുറഞ്ഞതും അതോടൊപ്പം തന്നെ ഭാവിയിലേക്ക് വിവിധ രാജ്യങ്ങളെ ക്രൂഡ് ഓയിലിന് വേണ്ടി ആശ്രയിക്കുന്നതിനുള്ള ആ ആശ്രയത്വം കുറയ്ക്കുന്നതിനും E20 ബ്ലെൻഡിംഗ് കൂടുതൽ സഹായകരമായിട്ടുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. എന്തായാലും E20 പെട്രോളുമായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോഴും E25 പെട്രോളുമായി ഉടനൊന്നും രംഗത്തേക്കില്ല എന്ന് തന്നെ കേന്ദ്രം നേരത്തെ വ്യക്തമാക്കിയതാണ്. E25 പെട്രോൾ വിപണിയിൽ ഇറക്കുന്നതിന് മുൻപായി വിദഗ്ധരുമായി ആവശ്യത്തിന് കൂടിയാലോചന നടത്തുമെന്നാണ് കേന്ദ്ര സർക്കാർ നേരത്തെ അറിയിച്ചിട്ടുള്ളത്. ക്യാമറാമാൻ ഷിജു പട്ടുവത്തിനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.